ഹായ്. നമുക്കേ ചെറുപ്പത്തിലേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഇന്നതാകണം, ഇന്ന ആളാകണം എന്നൊക്കെ. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? ഡോക്ടർ ആകണം എന്നായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ആ ഡോക്ടർ ആകണം എന്നുള്ള ആ ആഗ്രഹം എന്നിലേക്ക് കടന്നു വന്നതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം വയ്യാണ്ടായി. ആ വയ്യാണ്ടായ അനുഭവം ആണ് എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് അത് വരാൻ കാരണം ആ ഒരു അനുഭവമാണ്. അപ്പം ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കാണ്, ലൈക്ക് നോട്ട് റൈറ്റ് ഓൺ ദി മെയിൻ റോഡ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാഹനങ്ങൾ വന്നാൽ കൈ കാണിച്ച് നിർത്താനോ അങ്ങനെ ഒന്നും പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നത് 1985 കാര്യമാണ് കേട്ടോ. അപ്പോൾ 85 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, എനിക്ക് 13 വയസ്സാണെന്ന്. 14 വയസ്സായി കാണുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു വാഹനങ്ങളും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള മഡ് റോഡിൽ കൂടി പോകാറില്ല. വളരെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന കാളവണ്ടികളില്ലേ, അതാണ് അധികവും പോയിക്കൊണ്ടിരിക്കുക. ഈ ചെങ്കല്ലാണ് അവിടെ അധികം ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വീടുകളിലൊക്കെ ഹൗസ് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ചെങ്കല്ല് കൊണ്ടുപോകുന്ന കാളവണ്ടികളല്ലാതെ ഒന്നോ രണ്ടോ പേർക്ക് ബൈക്സും ഒക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാർക്ക്. കാറ് ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ. കാറുള്ളത് മെയിൻ റോഡിൽ ഒരു 2 വീട്ടിൽ കാറുണ്ട്. അതും അവർ ടാക്സി ഓടിക്കുന്ന ആളുകളാണ്. അവർ മിക്കവാറും തന്നെ ആ ടാക്സി സ്റ്റാൻഡിലായിരിക്കും. ഉച്ചയ്ക്ക് മാത്രം അവരവിടെ ഉണ്ണാൻ നേരത്ത് വരുമ്പോൾ അവിടെ കുറച്ച് നേരം ഉണ്ടാകും. അപ്പം നമുക്കറിയാം ഏകദേശം എപ്പോഴൊക്കെയാണ് കാർ ഉണ്ടാവുക. നാരായണൻ ചേട്ടൻ്റെ വീട്ടിലെ കാർ എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒരാളുടെ പേര് എനിക്ക് ഓർമ്മയുള്ളൂ, രാഘവൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി, അവരുടെ വീട്ടിൽ ഫോണുണ്ട്, അവരുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരും. നമ്മുടെ വീട്ടൊക്കെ ശരിക്കും എല്ലാവർക്കും അറിയാം, അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം ആളുകളാണ് കാർ വിളിച്ച് അമ്പലങ്ങളിലൊക്കെ പോവുക. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ അച്ഛൻ മാത്രമാണ് അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോൾ അറിയാമല്ലോ, ആ രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അറിയാം അച്ഛനെ. അപ്പോൾ ഈ അച്ഛനെ അറിയാവുന്നത് കൊണ്ടുണ്ടായ ഒരു പോസിറ്റീവ് കഥയും ഞാൻ പറയാം കേട്ടോ. ഇതിപ്പോൾ ഒരു കുറച്ച് നെഗറ്റീവ്, ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ അച്ഛമ്മയും ഞാനും എൻ്റെ ബ്രദറും എല്ലാവരും കൂടെ എൻ്റെ പിറന്നാളായിരുന്നു അന്ന്. ഐ തിങ്ക് ഇറ്റ് വാസ് മൈ 12th ആണോ 13, അങ്ങനെ 13-14 വയസ്സാട്ടോ. 8ാം ക്ലാസ്സിലും കണ്ടാണ് ഞാൻ പഠിക്കുന്നത്. 8ലോ 9ലോ ആണ്. എനിക്ക് അത്ര അങ്ങോട്ട് ആ വയസ്സ് ഓർമ്മ വരുന്നില്ല. 9ആണെന്ന് എനിക്ക് തോന്നുന്നു, 9ാം ക്ലാസ് എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഇത് ആഘോഷിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉഷാൻ്റെയും എൻ്റെ അമ്മാവനും, കൊച്ചമ്മാവൻ എന്ന് പറഞ്ഞാൽ എന്നെ മാത്സ് പഠിപ്പിച്ച അമ്മാവൻ, എനിക്ക് മാത്സിൽ കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ച് തന്നു എന്ന് പറഞ്ഞില്ലേ. എൻ്റെ മാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 70 മാർക്കിൽ നിന്നും 96 മാർക്കാക്കി തന്നു 100-ൽ. അപ്പോൾ അതാണ് ആ മാർക്ക് മേടിച്ചതിൻ്റെ പ്രത്യേകത അമ്മാവൻ്റെ ശിക്ഷണത്തിൽ. അതുകൊണ്ടാണ് ഞാനത് എപ്പോഴും ഓർക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്. അമ്മാവൻ ഈ ലോകത്തില്ലാത്തത് കൊണ്ടും എപ്പോഴും ഞാനത് പറഞ്ഞേ പറ്റൂ. ഉഷാൻ്റി ഉണ്ട്, ഉഷാൻ്റിക്കും തീരെ വയ്യാതിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഉഷാൻ്റി എന്ന് പറയുന്നതും എൻ്റെ ഒരു റോൾ മോഡലാണ് കേട്ടോ. ആ റോൾ മോഡലിനെ പറ്റി ഞാൻ പിന്നീട് പറയാം, പിന്നീട് ഒരു എപ്പിസോഡിൽ. ഷീ ടോട്ട് മീ ഹൗ ടു ഡ്രസ് അപ്പ്. അത് ഞാൻ പറയാം, ഓരോന്നോരോന്നായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും ഹൗ ഷീ യൂസ് ടു കണ്ടക്ട് ഹെർ സെൽഫ് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അച്ചമ്മയ്ക്ക് അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കി. ചിക്കനൊക്കെ അന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് കൂട്ടുകാരെ. എന്തൊരു ടാസ്ക്കാണെന്നറിയോ? ബിക്കോസ് അന്ന് ഇങ്ങനത്തെ ബ്രോയിലർ ചിക്കനൊന്നും ഇല്ല, നാട്ടുകോഴി, അതും ഇതുപോലെ മുക്കിന് സ്റ്റാളൊന്നും അല്ല. അന്ന് നമ്മൾ തന്നെ വീട്ടിൽ വളർത്തുന്ന പൗൾട്രി ഉണ്ടെങ്കിൽ അതിന് തന്നെ ഓടിച്ചിട്ട് പിടിക്കുക, ഓടിക്കും. ഇതൊക്കെ വന്നിട്ട് ദൈവമേ, അതൊക്കെ പാവമാണോ അതൊന്നും ചിന്തിക്കല്ലേ നിങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തവർക്ക് വല്ലാത്ത സങ്കടം തോന്നും. പക്ഷേ ഓരോ നാട്ടിൻപുറത്തൊക്കെ ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ, ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അച്ഛൻ്റെ അമ്മ
അച്ഛൻ്റെ അമ്മയാണ് ഇതിൻ്റെ ഓടിക്കുക. അതിനെ ഒരു കൊമ്പൊക്കെ എടുത്ത് എറിയും. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരൊക്കെ വരും. എല്ലാവരും കൂടെ ഉഷാറായിട്ടാണ്. ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാരാണ് അപ്പുറത്തൊക്കെ ഉള്ളത്. സൈക്കിള് ഒക്കെ ചവിട്ടിയിട്ട് വരുമ്പോൾ മോനെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിച്ചാൽ ഓടി വരും. അങ്ങനത്തെ പിള്ളേരാണ്. അവരൊക്കെ ഓടി വന്ന് ഇത് ഓടിക്കും. എല്ലാം 10 തോറ്റതാട്ടോ. ഒന്നും പഠിക്കില്ലായിരുന്നു ആ സമയത്ത് ആൾക്കാർ, പയ്യന്മാർ. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലോഡിങ്ങും മൺലോഡിങ്ങും അങ്ങനത്തെ പണികളായിട്ട് പോവും ഈ ചെറുപ്പത്തിലേ ആ പയ്യന്മാരൊക്കെ. ഇപ്പം അവരുടെ മക്കളൊക്കെ നേഴ്സസ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള ചേട്ടന്മാരാണ് അപ്പുറത്ത്. ഞങ്ങൾ പാപ്പു മാപ്പിള എന്നാണ് വിളിക്കുന്നത് അവരുടെ അയ്യോ ഇതെന്താ അത് പെട്ടെന്ന് ലൈറ്റ് കുറഞ്ഞു പോയി. ശരി. അവരുടെ അപ്പച്ചനെ അവരും അവിടുത്തെ അപ്പച്ചൻ ഇപ്പോഴും ഉണ്ട്. എന്നെ കാണാനൊക്കെ എപ്പോഴും വരും ഞാൻ ചെല്ലുമ്പോൾ. 100 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ആഹാര രീതിയുടെയൊക്കെയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കിത്തരിക. അപ്പം ഇങ്ങനെ ഇട്ട് ഓടിച്ച് അതിനെ കൊണ്ടുവന്ന് ആ അപ്പച്ചനത് കരിക്കും. ഇങ്ങനെ ഈ ചൂട്ടിൻ്റെ അവിടെ വെച്ച് കരിച്ചൊക്കെ തന്ന് നല്ല ഉഗ്രൻ ചിക്കൻ കറി റെഡി. നാടൻ ചിക്കൻ കറി എന്ന് പറയില്ലേ, ചൂട്ട് വെച്ചിട്ടാണ് കരിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എല്ലാവരുടെയും പണ്ടത്തെ 80s ആളുകളുടെയൊക്കെ ഓർമ്മകൾ ഇതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മച്ചി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം. അവിടെയും ഇവിടെ നിന്നൊക്കെ ഒരു സൗണ്ടൊക്കെ കേൾക്കുക. വല്യമ്മച്ചി കാർക്കിക്കുന്നു, എന്നൊക്കെ പറയുന്നത്. എന്താന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ പറഞ്ഞു, മിണ്ടാൻ പറ്റണില്ല മോളെ, ഇവിടെ തങ്ങി എന്നാണ് സൗണ്ട് വരുന്നില്ല, ഇവിടെ എവിടെയോ തങ്ങിയത്. ഞാൻ പറഞ്ഞു മോളെ എവിടെ പോയിട്ട് ഫോൺ ചെയ്യൂ, ആവശ്യപ്പെട്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ മാത്രമുള്ള ഫോൺ, അതും ഓടണം. ഇതുപോലെ ഒറ്റ ഓട്ടം 6 മിനിറ്റ്സിൽ ഞാൻ അവിടെ എത്തി. 10-15 മിനിറ്റ് എടുക്കുന്ന നടക്കാൻ. അപ്പം എൻ്റെ ആ ഒരു ആകുലത, എൻ്റെ വലിയമ്മച്ചയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. എനിക്ക് ഓടിച്ചെന്ന് ജോയി ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ അങ്ങനെ ഫോൺ ചെയ്തിട്ട് കാറ് വരാൻ പറയുമോ, നാരായണൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വലിയമ്മച്ചയ്ക്ക് ഇങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ ജോയി ചേട്ടനെല്ലാം വിളിച്ചു പറഞ്ഞു. ഞാൻ തിരിച്ചിവിടെ വരുമ്പോഴേക്കും കാറ് വന്നു. വലിയമ്മച്ചിയെ കയറ്റി കൊണ്ടുപോകാണ് കേട്ടോ ഡോക്ടറെ അടുത്തേക്ക്. പോയപ്പോഴൊക്കെ വലിയമ്മച്ചി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്, ചുമച്ച് അത് വഴിക്ക് വെച്ച് തന്നെ ഇറ്റ് കെയിം ഔട്ട്. ഈ സ്റ്റക്ക് ആയിട്ടിരുന്ന ആ പീസ് ഇറ്റ് കെയിം ഔട്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം കുറേ രക്തമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി ഇങ്ങനെയൊക്കെ നോക്കി ENTയുടെ അടുത്താണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 2 ദിവസത്തേക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. ഷീ കെയിം ബാക്ക്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും തൊടാൻ വയ്യാട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതങ്ങ് സ്വെല്ലാവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര ഒന്ന് ഇറക്കാൻ വയ്യ അങ്ങനെ. അതപ്പോൾ എല്ലാവരും വിചാരിച്ചു ആ കുത്തിയിരുന്നില്ലേ അവിടെ, അതും ഇത് പീസൊക്കെ വലുതല്ലേ, മുള്ളൊക്കെ കൊള്ളുന്ന പോലെ അല്ലല്ലോ. ഒന്നുകൂടെ പോകാമെന്ന് കരുതി പോയി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളിത് വല്ലാണ്ട് ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. പക്ഷെ പോയിട്ട് എന്തൊക്കെയോ MRI ഇതൊക്കെ എഴുതി കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം ഡോക്ടറിന്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വലുതായി കഴിഞ്ഞ് ഞാനിത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ പിന്നെ മാത്രമാണ് എൻ്റെ അച്ഛന് മനസ്സിലായത് എൻ്റെ വലിയമ്മച്ചിക്ക് എന്തായിരുന്നു അസുഖം എന്നുള്ളത്. വലിയമ്മച്ചിയെ അവസാനം ആ ഡോക്ടർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മനസ്സിലായല്ലോ, വലിയമ്മച്ചിക്ക് ഉണ്ടായിരുന്ന അസുഖം ത്രോട്ട് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞ കാർസിനോമ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ. ഞാനന്ന് ചെറിയ കുട്ടിയാണ്, ഞാൻ എന്നാലും അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വലിയമ്മച്ചി അവിടെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ കുട്ടി ഡോക്ടേഴ്സ് വരുമ്പോൾ എപ്പോഴും പറയും എൻ്റെ കൊച്ചുമോളെ എനിക്ക് ഡോക്ടറാക്കണം എന്ന് പറയുമായിരുന്നു. സോറി, 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, എന്നാലും അത് പറയുമ്പോൾ ഉണ്ടല്ലോ, ബിക്കോസ് ഐ വാസ് സോ അറ്റാച്ച്ഡ് ടു ഹെർ. എന്നിട്ട് അപ്പം അമ്മ പറഞ്ഞു വിഷു ആയിരുന്നു ആ സമയത്ത്, ഏപ്രിലാണ്, ഒരു ഏപ്രിൽ. ഇപ്പോൾ കണ്ടോ, എനിക്കതാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആ മെയ് മാസത്തിലാണ് വലിയമ്മച്ചി മരിച്ചു പോയത് കേട്ടോ. ആ ഡേറ്റ്സും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പം 3 വർഷമായി. മെയ് 12 അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മെയ് 10 or 12, അത് ഒത്തിരി വർഷമായി, അതുകൊണ്ട് ഞാനത് മറന്നുപോയി. അന്നൊക്കെ ഞങ്ങൾ ഈ ഡേറ്റിനേക്കാൾ കൂടുതൽ ആ മലയാള മാസത്തിലെ ആ നക്ഷത്രം എന്നാണ് അമ്മ എഴുതി വെച്ചിരുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായില്ലേ, 30 വർഷത്തോളമാവുന്നു. 30 അല്ല എന്നാലും ആയിട്ടുണ്ട് ഏകദേശം 35 വർഷത്തോളമായി. ശരി, അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഇത് പറയുമ്പോൾ അത്രത്തോളം ആത്മബന്ധമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ട്.
എന്നെ ഒരു നല്ല രീതിയിൽ നല്ല ഒരു പൗരയാക്കാൻ വേണ്ടിയിട്ട് നല്ല സിറ്റിസണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ സിവിക് സെൻസ് എല്ലാം ആ അമ്മയുടെ അടുത്ത് നിന്ന് വന്നതാണ്. എഴുത്തും വായനയും അറിയാവുന്ന അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് തന്നാലാകുന്ന വിധം പഠിപ്പ് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സ്വാധിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും ആശാട്ടി എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ആശാൻ പള്ളിക്കൂടം എന്നൊക്കെ പറഞ്ഞിട്ട്, കളരി, ആശാൻ കളരി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെ വരാന്തയിൽ മണലിങ്ങനെ കൊണ്ടുവന്ന് ഇടും, പിള്ളേർക്ക് ഇങ്ങനെ കൈവച്ചിൽ ഇങ്ങനെ എഴുതാൻ, അങ്ങനെ എഴുതിക്കുക. എന്നിട്ട് ഓലയുണ്ട്, ആ ഓലയിൽ എഴുതി കൊടുക്കും. എന്നും വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആണി വെച്ചിട്ട്, ഞങ്ങളുടെ വീട്ടിൽ എഴുത്താണിയൊക്കെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ. ഇനി പിന്നെ വീട് ഞങ്ങൾ പൊളിക്കുകയും പിന്നെയും പണിയൊക്കെ ചെയ്തപ്പോൾ എവിടെയോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് വല്യമ്മച്ചിയുടെ എഴുത്താണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് എഴുതുക. അപ്പോൾ അത് വല്യമ്മച്ചി ഏതോ ഒരു ആശാന് പള്ളിക്കൂടം തുടങ്ങാൻ കൊടുത്തോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് അത്ര ഇതില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഇങ്ങനെ ഇതാ എഴുത്താണി എന്ന് പറയുന്നത്. അപ്പോൾ ആ എഴുത്താണി വെച്ച് ഞാനൊക്കെ വേറൊരു ആശാൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇതുപോലെ, ഇങ്ങനെ പണ്ട് ആദ്യാക്ഷരം പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്ര ഓല ഇങ്ങനെ വലുതായി വലുതായി കെട്ടി കെട്ടി തരും. ഓരോ അക്ഷരം ഓരോ ദിവസം പഠിച്ചു കഴിയുമ്പോഴേ ആയുടെ എല്ലാം ഒരു ഇതിൽ ഈ ഉ അങ്ങനെ അത് എല്ലാവരും ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഞാൻ കണ്ട ആ ആശാനുണ്ടല്ലോ, നമ്മൾ മര്യാദയ്ക്ക് ചെയ്തില്ല ഇങ്ങനെ അമർത്തി വരയ്ക്കും നമ്മുടെ കൈ വേദന എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ഓർമ്മ. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല, അത് അവിടെ കുത്തിക്കൊണ്ടപ്പോൾ അത് പുറത്തേക്ക് പോന്നു. അന്ന് ആണ് എനിക്ക് ഈ ഡോക്ടർ ആവണം എന്നുള്ള മോഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണത് കേട്ടോ. അന്ന് ഡോക്ടറാകാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. 4-5 മെഡിക്കൽ കോളേജേ ഉള്ളൂ. കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂർ, 4 ഉള്ളൂ. അതെ 5 ഇല്ല, 4 ഉള്ളൂ. അപ്പോൾ ഈ 4 ഞാൻ വിട്ടുപോയോ? തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം 5. അപ്പോൾ ഈ 5 മെഡിക്കൽ കോളേജിലും കിട്ടണമെങ്കിൽ അതിനെന്തുമാത്രം പാടുപെടണം, പെട്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ ശരി, വല്യമ്മച്ചിയുടെ കാര്യം കഴിഞ്ഞു. വല്യമ്മച്ചി മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണോ? അത് ഇനിയും ഒരു വല്ലാത്ത ഒരു ടച്ചിങ് സ്റ്റോറിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ആദ്യത്തെ മരണമാണത്. ഞാൻ എൻ്റെ വലിയമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കും ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 9th 10th എന്നാണ് എൻ്റെ ഓർമ്മ, അതോ 8th 9th ആ ഒരു വെക്കേഷൻ ടൈമാണ്, ഈ വേനൽ അവധിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ വരികയാണ് വീട്ടിലേക്ക്. അച്ഛൻ്റെ വീട്ടിലെ ഒരു കസിൻ വന്നിട്ട് പറഞ്ഞു, മോൾട്ടീനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. വല്യമ്മച്ചി പറഞ്ഞു മോളെ വിളിച്ചുകൊണ്ടിരണം എന്ന് പറഞ്ഞ കാരണം ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി. ഞാൻ അപ്പോൾ വല്യമ്മച്ചി എൻ്റെ വല്യമ്മ പറഞ്ഞു, ഗീത വല്യമ്മ വലിയച്ഛനും അങ്ങനെ അവർ ഇല്ലാതിരിക്കുകയാണ്, വലിയച്ഛൻ മരിച്ചു പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗീത വല്യമ്മ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവരുടെ കൂടെ. വന്ന കസിൻ്റെ കൂടെ ഞാൻ തിരിച്ചു വന്നു, ബാഗൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് അപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ വല്യമ്മച്ചി ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ് ഈ വേദന വയ്യാഞ്ഞിട്ട്. അപ്പോൾ കുറേ നാളിങ്ങനെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ചു വന്നേ പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ വരുമായിരുന്നു കേട്ടോ. അപ്പൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുക, അങ്ങനെ. പിന്നെ അന്നും ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ പേര് എൻഷുർ എന്നാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അത് കലക്കി കൊടുക്കുക, ഇതൊക്കെ എൻ്റെ ജോലിയായിരുന്നു. അതിനൊക്കെ സമയം വെച്ച് കുടിക്കുമില്ലമ്മച്ചി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയണ ആ സ്നേഹത്തിന് മാത്രം കുടിക്കും. ഇറക്കാൻ പറ്റണില്ല മോളെ എന്ന് പറയും. അങ്ങനെ പിന്നെ ആൻറ്റിമാരും ഒക്കെ വന്ന് താമസിച്ചു. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സൊക്കെ വന്ന് നോക്കാൻ നിന്ന സമയത്ത് പിന്നെ ഞാൻ വല്യമ്മച്ചിയുടെ അവിടെ നിന്ന് ഞാൻ ഗീത വല്യമ്മ അടുത്ത് പോയതാ. പക്ഷെ പിന്നെ വല്യമ്മച്ചി വിളിക്കണു പറഞ്ഞ് തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി മോളിവിടെ കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ കാണാൻ ചെന്നപ്പോൾ. അപ്പം ഞാൻ ഓക്കെ, എൻ്റെ ആൻറ്റിയും ഞാനും, എൻ്റെ മൂത്ത ആൻറ്റിയും ഞാനും കിടന്നു. അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴേക്കും ചാടി എഴുന്നേറ്റു. എൻ്റെ വല്യമ്മച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോളെ എനിക്ക് ഒട്ടും ശ്വാസം കിട്ടില്ല, സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് പ്രോപ്പർലി. അതൊരു ചെറിയ ഒരു സൗണ്ട് പോലെയാണ് വരുന്നത്. കാരണം എന്താണെന്നറിയോ, ടുബാക്കോ തിന്നാണ് വന്നത്. സോ ഇന്നത്തെ ടേക്ക് അവേ
ടുബാക്കോ എന്ന് പറയുന്ന സാധനം വിൽ ബ്രിങ് ഇൻ ക്യാൻസർ. നിങ്ങളത് അത് ഏത് രീതിയിലാണ് എടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഹൗവർ ഇറ്റ് ഈസ്, ഏത് മോഡലിൽ എടുത്താലും ശരി, അത് ഇവരൊക്കെ എന്തിനാ അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻ ചവയ്ക്കാനും പിന്നെ പല്ലുവേദന വന്നപ്പോൾ തുടങ്ങിയ ശീലമാണെന്നാണ് പറഞ്ഞത്. കാരണം പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ഈ പുകയിലാണ് വേദന സംഹാരിയായിട്ട് അവരിവിടെ കടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അവിടെ മുഴുവനും ഇങ്ങനെ ആയിട്ട് വ്രണമായി മാറി, ക്യാൻസറായിട്ട് മാറി, പിന്നെ അത് തൊണ്ടയിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചു പോയത്. പക്ഷെ ഞാനവിടെ കിടന്ന സമയത്ത് ആണ് അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് എണീറ്റിരിക്കണം, പിന്നെ പറഞ്ഞു എനിക്ക് കിടക്കണം. അങ്ങനെ ആയി ആൻറ്റി തളർന്നു. ഞാനും കൊച്ചല്ലേ, 10-14 വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിങ്ങനെ പിടിച്ചു വെച്ചിട്ട് എൻ്റെ തോളിലിങ്ങനെ ചാഞ്ഞിങ്ങനെ ഇരിക്കാട്ടാ. ഇരുന്നിട്ട് മോളെ അമ്മേനെ വിളിക്കി, മോളെ അമ്മേനെ വിളിക്കുന്നു പറയാം. അപ്പം എൻ്റെ വിചാരം മുഴുവൻ അവിടെ കിടക്കണ ആളാരാ അവരെ വിളിക്കുന്നതായിരിക്കും, പറയണതെന്നായിരിക്കുമേ എനിക്ക് തോന്നുന്നത്. അപ്പം ആൻറ്റി അല്ലേ വല്യമ്മച്ചി ഇവിടെ കിടക്കണേ, ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാം. ആൻറ്റി നല്ല പൂണ്ട് ഉറക്കം, കാരണം കുറേ ദിവസമായി ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ എൻ്റെ ദൈവമേ, എനിക്കിവിടെ ഇങ്ങനെ ഇടിക്കുന്നു, ഇങ്ങനെ ഇടിക്കിടുന്ന് ഇടിക്കുന്നു. ആ ഒരു സന്ദർഭം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ അത് വല്യമ്മച്ചി പറയണത് എന്താണെന്ന് വെച്ചാൽ, അമ്മയെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കൂ, ഇത് കാരണം അവർക്ക് പ്രായമായ ആൾക്കാർ ഒരുപാട് അറിയാലോ ഇത് ലാസ്റ്റ് മൊമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ അമ്മ വീട്ടിൽ, അമ്മയും കുഞ്ഞാൻ്റിയൊക്കെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ പെരുമ്പാവൂർ ഹോസ്പിറ്റലിലാണ് ഇത്. ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ ആക്കിയതാണ്. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഈ പെയിൻ കില്ലറൊക്കെ കൊടുക്കുമ്പോൾ ഈ വേദന ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടി നമ്മൾ വീട്ടിലാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരമായിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തോളത്ത് ഇങ്ങനെ ഉറങ്ങുക. ഞാൻ പറഞ്ഞു, അപ്പോൾ സൗണ്ട് കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ആൻറ്റി വല്യമ്മച്ചി ഉറങ്ങിയെന്ന് തോന്നുന്നു, നമുക്ക് നേരെ പിടിച്ച് കിടത്താം. വല്യമ്മച്ചി ഇങ്ങനെ ആൻറ്റി ഇങ്ങനെ തൊടുമ്പോഴേ ഐസ് പോലെ, മോളെ ഞാൻ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു ആൻറ്റി പോയി വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ ഇങ്ങനെ എന്നെ അവിടെ നിന്ന് എൻ്റെ തോളത്തുനിന്ന് വല്യമ്മച്ചിയെ മാറ്റി. ഷി പാസ്ഡ് അവേ ഓൺ മൈ ഷോൾഡേഴ്സ്. അതാണ് എൻ്റെ ഇന്നത്തെ കഥ. അതാ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോറി കേട്ടോ, നമ്മൾ ഇമോഷൻ ആകാൻ പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരെ. ഞാൻ നാളെ സ്റ്റോറി ആയിട്ട് വരാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഷീ വാണ്ടഡ് മീ ടു ബിക്കം എ ഡോക്ടർ. അതാണ് എൻ്റെ കഥയുടെ അടിസ്ഥാനം. പക്ഷെ എനിക്ക് ആകാൻ പറ്റിയില്ല, കാരണം അത്രയും ഞാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. കാരണം ഞാൻ അത്രയും അങ്ങോട്ട് പഠിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഹാർഡ് വർക്കൊന്നും പോരായിരുന്നു ഡോക്ടറൊക്കെ ആവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്താ തന്നെ ആയാലും അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ലോയറായിട്ട് മാറി, ഡോക്ടർ ആയിട്ടില്ലെങ്കിലും. ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെയുള്ള ടുബാക്കോ അങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒരു ഹാബിറ്റ് ആകാതിരിക്കുക. സെക്കൻഡ് തിങ്, വാട്ട് എവർ യു ബിക്കം, ഡോക്ടർ ആയില്ലെങ്കിലും വേറെ എന്താ നമുക്ക് കിട്ടിയത് അത് വെച്ച് പഠിച്ച് സക്സസ്ഫുൾ ആകാൻ നോക്കുക കേട്ടോ. സക്സസ്ഫുൾ എങ്ങനെയാകുക, നമ്മൾ ആ പഠിച്ചത് തന്നെ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതല്ല, വാട്ട് എവർ യു ക്യാൻ ഡു ഫോർ സം കൈൻഡ് ഓഫ് സാലറി, അതും ഒരു സക്സസ് ആയിട്ട് തന്നെ കാണാം കേട്ടോ. എല്ലാവരും പറയും പണമാണോ സക്സസ്, കുറച്ചൊക്കെ പണവും സക്സസ് അല്ലേ? ആലോചിച്ച് നോക്കൂ, പണവും സക്സസ് തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. മൊത്തം കാശ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇത്. ഞാൻ ഇന്ന് കുറച്ച് ഇമോഷണൽ സ്റ്റോറി ആയിപ്പോയി കേട്ടോ. ഞാൻ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നിട്ട് അത് പോയി അവസാനിച്ചത് ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ ഇതിലായിപ്പോയി. ബട്ട് സ്റ്റിൽ ഐ ലവ് മൈ അച്ഛമ്മ. ഞാൻ വലിയമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന എൻ്റെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഓക്കെ, അച്ഛമ്മയുടെ കഥകൾ ഇനിയുണ്ട് കേട്ടോ. ഞാൻ നല്ല പാർട്സൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇത് പാർട്ട് 1 ആയിട്ട് എടുത്തോളൂ. സോ ദിസ് ലൈഫ് സ്റ്റോറി സീരീസിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി സീരീസിൽ നല്ല ഒരു കഥാപാത്രമാണ് എൻ്റെ അച്ഛമ്മ കേട്ടോ. നിങ്ങൾ പരിചയപ്പെടേണ്ടിയിരുന്ന ഒരു മഹതിയാണ്. ഐ വിൽ ജസ്റ്റ് ലെറ്റ് യു നോ മോർ അബൌട്ട് ഹർ ഇൻ ദ കമ്മിങ് എപ്പിസോഡ്സ്. കീപ് വാച്ചിങ്. ഓക്കെ, ബൈ.